ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ എല്ലാവരുടെയും വിചാരം എന്ന് പറയുന്നത് ഓവനും കുക്കറും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കേക്ക് ഉണ്ടാക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. അപ്പം വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും കേക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മുടെ ഒരു ചായപാത്രം ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി പൈനാപ്പിൾ കേക്കാണ്. അപ്പോൾ ആ പൈനാപ്പിൾ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോകാം. അപ്പം പൈനാപ്പിൾ കേക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇപ്പം 1 കിലോയുടെ പൈനാപ്പിൾ ആണെങ്കിൽ തന്നെയും നമ്മളത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുക്കുക. അപ്പം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണിത്. ഇപ്പം ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞു വെക്കുമ്പോൾ എന്തായാലും പൈനാപ്പിൾ അല്ലേ, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമല്ലേ, അരിയുമ്പം കുറച്ച് പോകും. പിന്നെ 2 മക്കളുണ്ടെങ്കിൽ അവരും കുറച്ച് കൊണ്ടുപോകും. ഞാനും അതിനകത്ത് ഒട്ടും പുറകോട്ടല്ല കേട്ടോ, മരുന്ന് ചിരിയും വരുന്നുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ബാക്കി ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതിന് നമ്മൾ ഒരു കുക്കറിനകത്ത് ഇട്ടിട്ട്, കുക്കറിനകത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രൈ പാനകത്തോ ഇട്ടിട്ട് നമ്മൾ ഒന്ന് വേവിച്ചെടുക്കണം. അതിപ്പം വേവിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതായ പൈനാപ്പിൾ ഒരു കുക്കറിനകത്തോ ഇട്ടു. അത് നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിന് 1 ഗ്ലാസ് മൈദയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം മൈദയ്ക്ക് ഇതിന് 3/4 ഗ്ലാസ് പഞ്ചസാര എടുക്കുക. അതിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ ഈ പൈനാപ്പിളിനകത്തോട്ട് ഇടുക, ബാക്കി വെച്ചേക്കാം. ഇനി ഇത്ര ഇരിപ്പുണ്ട്. ഇനി നമുക്ക് മൈദയോടെ ചേർക്കാതെ അതിനകത്തോട്ട് ഒരു 1/2 ഗ്ലാസോളം വെള്ളം ചേർത്തിട്ട് നമുക്ക് 2 വിസിൽ കേൾപ്പിക്കണത്. ഇത് അടച്ച് വയ്ക്കാം. അപ്പം പൈനാപ്പിൾ നമ്മൾ കുക്കറിനകത്തിട്ട് ഗ്യാസിനകത്ത് വെച്ചിട്ടുണ്ട്. അതൊരു 2 വിസിൽ കേൾക്കണം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മൈദയൊക്കെ തയ്യാറാക്കി വയ്ക്കാം. അപ്പം നമുക്ക് മൈദയൊക്കെ എടുത്ത് വയ്ക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല ഉണങ്ങിയ പാത്രങ്ങളായിരിക്കണം എടുക്കുന്നത്. അപ്പം വെള്ളം തന്നെ ഒട്ടും കാണാൻ പാടില്ല കേട്ടോ, നമ്മൾ എടുക്കുന്ന പാത്രത്തിലോ സ്പൂണിലോ ഒന്നും. പിന്നെ അതിന് എടുക്കുന്ന മുട്ട, മറ്റുള്ള സോഡാപ്പൊടി, ബേക്കിംഗ് പൗഡറൊക്കെ നമ്മൾ ഉടനെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത സാധനമായിരിക്കരുത്. എല്ലാം റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന സാധനമായിരിക്കണം എടുക്കേണ്ടത്. അപ്പം നമുക്കത് അരിച്ചെടുക്കാം. അപ്പോൾ ഇതേ ഗ്ലാസ്സിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പം നിങ്ങൾ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം മറ്റുള്ള സാധനങ്ങളും എടുക്കാനായിട്ട്. ഇത് ബേക്കിംഗ് പൗഡർ, അത് 1 സ്പൂൺ എടുക്കുക. ഞാനിപ്പോൾ ഒരു ഐസ്ക്രീമിൻ്റെ 1 സ്പൂൺ വെച്ചാണ് എടുക്കുന്നത്. അതിനിപ്പോൾ 1 സ്പൂൺ എടുക്കാം. കുത്തിക്കൂരിയൊന്നും വേണ്ട കേട്ടോ, 1 സ്പൂൺ എടുക്കാം. അടുത്തത് ബേക്കിംഗ് സോഡയാണ്. അപ്പം ബേക്കിംഗ് സോഡ ഒരു സ്വല്പം ചേർക്കുക, ഒരു 1/4 ടീസ്പൂൺ വേണ്ട കേട്ടോ, അതിൽ കുറച്ച് മതി. അപ്പം ഈ ബേക്കിംഗ് സോഡ വേണം നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ ബേക്കിംഗ് പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം ബേക്കിംഗ് സോഡ നിർബന്ധമൊന്നുമില്ല. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡർ മാത്രം ഇട്ടാലും മതിയാകും. ഈ സ്പൂണിന് ഒരു 1/4 ടീസ്പൂൺ ഇല്ല കേട്ടോ, ഇത്ര ഇടുക. 1 പിഞ്ചോളം ഉപ്പും കൂടെ ചേർക്കാം. അപ്പോൾ ഒരു 3 പ്രാവശ്യമെങ്കിലും നല്ലതുപോലെ ഒന്ന് ഇടഞ്ഞെടുക്കണം. അപ്പം നമ്മുടെ മൈദയും എല്ലാം സോഡാപ്പൊടിയും ബേക്കിംഗ് പൗഡറും എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടും. അപ്പം നമ്മൾ മൈദയൊക്കെ ഇടഞ്ഞു വെച്ചു. ഇപ്പം നമ്മുടെ പൈനാപ്പിൾ എന്തായെന്ന് നോക്കാം. അപ്പം നമ്മുടെ പൈനാപ്പിൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റവ് ഓൺ ചെയ്ത് നമ്മൾ ഈ വെള്ളം, ഈ സിറപ്പുണ്ടല്ലോ, ഈ പഞ്ചസാര പാനി, ഇതെല്ലാം ഇതിനകത്ത് അങ്ങ് പിടിക്കണം. അപ്പോൾ അതിൻ്റെ നിറം അങ്ങ് മാറും, ഒരു ബ്രൗൺ കളറാകും. അതുവരെ നമ്മളൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. അത് തയ്യാറാവുന്ന നേരം കൊണ്ട് നമുക്ക് മറ്റുള്ള പണികൾ ചെയ്യാം. അപ്പം നമ്മൾ പൈനാപ്പിളിന് കുറച്ച് പഞ്ചസാര ഉപയോഗിച്ചിരുന്നു. അതിൻ്റെ ബാക്കി നമുക്ക് പൊടിച്ചുകൊണ്ട് വരാം. അപ്പം അതിനകത്ത് ഇതിന് നമ്മൾ ഏലക്കയോ ഗ്രാമ്പോ ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഈ പഞ്ചസാര നല്ലതുപോലെ പൊടിച്ചതിന് ശേഷം 3 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ അതിനകത്ത് നല്ലതുപോലെ അടിച്ചുകൊണ്ട് വരാം. അപ്പം നമ്മുടെ പൈനാപ്പിൾ പഞ്ചസാര പാനി കിടന്ന് നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പം പഞ്ചസാര നല്ലതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് 3 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കാം. ഇതിനകത്തോട്ട് നമുക്ക് മുട്ട ബീറ്റ് ചെയ്യുമ്പം തന്നെ ഒരു 1/2 അടപ്പ് പൈനാപ്പിൾ എസൻസ് ഒഴിക്കണം. അപ്പം നമ്മൾ പൈനാപ്പിൾ എടുത്തതുകൊണ്ട് പൈനാപ്പിൾ എസൻസ് എടുത്താൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതെല്ലാം നിങ്ങളുടെ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാനില എസൻസ് എടുത്താലും മതി. അപ്പം നമ്മൾ മുട്ട അടിക്കുമ്പോൾ അതിനൊപ്പം തന്നെ നമ്മൾ ഈ എസൻസും കൂടെ ഒഴിച്ചാൽ ഈ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പം ഒരു ആകെ എടുക്കുന്നത് ഇതിന് 1 അടപ്പാണ് ആ കുപ്പിയുടെ. അപ്പം അതിന് 1/2 അടപ്പ് ഇതിൻ്റെ ഒപ്പം ഒഴിക്കാം. 1/2 അടപ്പ് നമ്മൾ പൈനാപ്പിളിനൊപ്പം ഒഴിക്കണം. അപ്പം നമ്മുടെ പൈനാപ്പിളിനകത്ത് വെള്ളമൊക്കെ പറ്റി സിറപ്പൊക്കെ അതിനകത്തോട്ട് പിടിച്ചിട്ടുണ്ട് പൈനാപ്പിളിനകത്തിട്ട്. അപ്പം കുറച്ചുകൂടെ ഒന്നായിക്കോട്ടെ. ഇത് നമുക്ക് തണുത്തിട്ട് വേണം ബാക്കി പണികളൊക്കെ ചെയ്യാനായിട്ട്. നിങ്ങൾക്കറിയാം, നേരത്തെ 4-5 കേക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം വളരെ ഈസി ആയിട്ട് ഇപ്പം പഠിച്ചു വരുന്ന കൊച്ചുങ്ങൾക്ക് പോലും
ഈസി ആയിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഈ ക്രിസ്മസിന് കടയിൽ നിന്ന് വാങ്ങിക്കാതെ സ്വന്തമായിട്ടൊരു കേക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നില്ലേ, അതേപോലെ ഒരു കേക്കും ഉണ്ടാക്കി കഴിച്ചാൽ എന്താ നല്ലതല്ലേ. അപ്പം തീർച്ചയായിട്ടും നിങ്ങളിതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇതിപ്പോൾ ഒന്നും കൂടെ ആവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചായപാത്രത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചായപാത്രത്തിൽ എണ്ണയൊക്കെ തേച്ച് വയ്ക്കാം, അതിനകത്ത് പേപ്പറൊക്കെ കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അതെല്ലാം നമ്മൾ തയ്യാറാക്കി വെക്കണം. അപ്പോഴത്തേക്ക് ഇതൊന്നും കൂടെ ഒന്നാവട്ടെ. അപ്പം നമ്മുടെ ചായപാത്രത്തിനകത്താണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ചായപാത്രത്തിൽ നമ്മൾ വെള്ള പേപ്പർ ഉണ്ടല്ലോ, അപ്പം ഒരിക്കലും ന്യൂസ് പേപ്പർ അങ്ങനെയൊന്നും ഇടരുത്. നമ്മുടെ ബട്ടർ പേപ്പറോ അല്ലെന്നുണ്ടെങ്കിൽ വെള്ള പേപ്പറൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ വെക്കുക. പിന്നെ സൈഡിലും കൂടെ കുറച്ച് വെച്ചിരുന്നാൽ സൈഡിലൊന്നും കരിഞ്ഞു പോകാതെയൊക്കെ നമുക്ക് കേക്ക് കിട്ടുന്നതായിരിക്കും. ഈ സമയത്ത് നമ്മൾ ഓവൻ ഉള്ളവർ ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിടുക. അതല്ല നിങ്ങൾ കുക്കറിനകത്ത് വെക്കുന്നുണ്ടെങ്കിൽ കുക്കർ ഒന്ന് ചൂടാക്കി ഇടുക. ഞാനിപ്പം വെക്കുന്നത് ചപ്പാത്തി തവയിലാണ്. അപ്പോൾ ചപ്പാത്തി തവ നമ്മളൊരു 5 മിനിറ്റിന് മുമ്പേ നമ്മളതൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. അപ്പം മുട്ടയും പഞ്ചസാരയും നല്ലതുപോലെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം പൈനാപ്പിൾ ഇച്ചിരി കൂടിയിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം എന്താ അരിഞ്ഞു വരുമ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഈ കളറായിട്ടുണ്ട്. നമ്മൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. അപ്പം നമുക്ക് ബാക്കി പണിയിലോട്ട് പോകാം. അപ്പം മുട്ടയും പഞ്ചസാരയും ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കൊരു ബൗളിനകത്തോട്ട് ഒഴിക്കാം. കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കുമ്പോൾ തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു ചപ്പാത്തി തവയുണ്ടല്ലോ, പഴയതായിരുന്നാൽ മതി. അത് നമ്മളൊന്ന് ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറേശ്ശെ മാവിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരു സൈഡിലോട്ട് തന്നെ കറക്കുന്നതായിരിക്കും കേക്കിന് എപ്പോഴും നല്ലത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഗ്ലാസ് എണ്ണയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ഗ്ലാസ് മൈദ, 3/4 ഗ്ലാസ് പഞ്ചസാര, 1/2 ഗ്ലാസ് എണ്ണ, ഈ അളവിലാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ ഏത് പാത്രത്തിനാണോ എടുക്കുന്നത് അതിൽ ഇതേ അളവിൽ തന്നെ പോയാലും നമുക്ക് നല്ലതുപോലെ കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് കളറുള്ള കേക്കാണ് വേണമെന്നതെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര കാരമൽ ചെയ്തിട്ട് ഒഴിക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊക്കോ പൗഡർ ചേർത്താലും മതി. അപ്പം ഇവിടെ എല്ലാവർക്കും വെളുത്ത കേക്ക് മതിയതുകൊണ്ട് അപ്പം ഞാനിതൊന്നും ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ ചെയ്ത കേക്കുകൾ നേരത്തെ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ മതി. ഇത് നമ്മൾ കുറേശ്ശെ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം, കുറച്ചവിടെ ഇരിക്കട്ടെ, ലാസ്റ്റ് ചേർക്കാം. ഇത് സ്പീഡിന് അന്നേരം ബീറ്റ് ചെയ്യരുത്, നമ്മുടെ പുറത്തോട്ടൊക്കെ തെറിക്കും. പയ്യെ ബീറ്റ് ചെയ്താൽ മതി. അപ്പോൾ പയ്യെ നമ്മൾ മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ബാറ്റർ ബീറ്റ് ചെയ്യുമ്പോൾ ടൈറ്റായി വരുമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 സ്പൂണ് പാലതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചേർക്കാത്ത പാലായിരിക്കണം, ചെറുതായിട്ടൊന്ന് ലൂസായി കിട്ടും. ടൈറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ, വെള്ളമൊന്നും കേക്കിനകത്ത് ഒഴിച്ചേക്കരുത്. അപ്പോൾ ഇതിലോട്ടുണ്ടല്ലോ ഇനി നമ്മൾ ബാക്കി എടുത്തു വെച്ചിരിക്കുന്നതായ പൈനാപ്പിൾ എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ആകെ ഒരടപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് 2 ട്രിപ്പായിട്ടാണ് നമ്മൾ ഇട്ടത്. ഇപ്പം നമ്മൾ ഇതാണ്ട് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതായ പൈനാപ്പിൾ ഉണ്ടല്ലോ, അതും കൂടെ കുറേശ്ശെ അതിനകത്ത് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തിട്ട്, പിന്നെ ബീറ്റ് ചെയ്യാൻ നിൽക്കണ്ട, ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പോയി കട്ടയായിട്ട് കിടക്കും. നല്ല രസമാണ് കഴിക്കാൻ. ഓക്കെ, ഇത്രയൊക്കെ മതി. ഇനി നമുക്ക് നമ്മുടെ എണ്ണയൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് ഒഴിക്കാം. അപ്പോൾ എണ്ണ തേച്ച് വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ മുകളിലോട്ട് കുറച്ച് നമ്മുടെ നട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പ് ഒഴിക്കുകയാണ്. ടൂട്ടി ഫ്രൂട്ടിയോ കിസ്മിസോ ഒക്കെ ഉണ്ടെങ്കിൽ വെക്കാം കേട്ടോ. ഇതൊന്നും വെച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അപ്പം നമ്മുടെ ചപ്പാത്തി തവ നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ചായപ്പാത്രം വെച്ച് കൊടുക്കാം. ഏതെങ്കിലും ഒരു നല്ല അടപ്പും കൂടെ വെച്ചിട്ട് നമ്മളൊന്ന് അടച്ചേക്കാം. ഒരു 35 മിനിറ്റൊക്കെ ആകുമ്പോൾ, ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല, ഒരു 35 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ നോക്കണം. ഒരു എന്തെങ്കിലും ഒന്നിട്ട് നമ്മൾ നോക്കുമ്പോഴത് വെന്തമില്ലെന്ന് അറിയാനായിട്ട് പറ്റും. ഇത് നമ്മൾ പിന്നെ അടുപ്പിൽ വെക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനായിട്ട് അത് തട്ടി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പിന്നെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഇങ്ങനെ എയർ കയറിയിട്ട് അതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം 40 മിനിറ്റോളമായി നമ്മുടെ കേക്ക് വെച്ചിട്ട്. പക്ഷെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ഒരു നനവ് മാതിരി ഉണ്ട്. ഞാനിപ്പം തുറക്കുന്നില്ല, കുറച്ച് നേരം ഇരിക്കട്ടെ. ഇപ്പം നമ്മൾ ഗ്ലാസ് അടപ്പ് വെച്ചുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഒരു 5 മിനിറ്റോടെ ഇരിക്കട്ടെ. ചിലപ്പോൾ ഇത് 50 മിനിറ്റ് വരെ എടുക്കാം. അപ്പോൾ ഓരോ സ്റ്റവിൻ്റെ ബർണർ അനുസരിച്ചിരിക്കും കേട്ടോ നമ്മുടെ കേക്ക് വേവുന്നതും അതിൻ്റെ സമയമൊക്കെ. അപ്പം 40 മിനിറ്റ് കഴിഞ്ഞു എൻ്റെത്. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ ഇരിക്കട്ടെ. അപ്പം നമ്മുടെ കേക്ക് എന്തായാലും നോക്കാം. അപ്പം 45 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്ക് നോക്കാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ കമ്പിക്കകത്തൊന്നും നമ്മുടെ കേക്ക് പിടിക്കുന്നില്ല. ഇങ്ങനെ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് ഒപ്പം തന്നെ നമ്മളങ്ങ് മാറ്റി വെക്കണം കേട്ടോ, പിന്നെ അതിനകത്തിരുന്ന് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ നമുക്ക് ഈ തവയുടെ മുകളിൽ നിന്ന് അങ്ങ് മാറ്റാം. അപ്പോൾ നമുക്ക് തണുത്തതിന് ശേഷം ഇതിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പം നമ്മുടെ പൈനാപ്പിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ നമുക്ക് പൈനാപ്പിൾ കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റി. ഇപ്പം പൈനാപ്പിളൊക്കെ ഇട്ടതുകൊണ്ട് അതിൻ്റെ അകവശമൊക്കെ വേവാൻ കുറച്ച് താമസം എടുക്കുന്നതാണ് ഈ ബ്രൗൺ കളർ വന്നിരിക്കുന്നത്. അപ്പോൾ അത് കരിഞ്ഞു പോയിട്ടൊന്നുമല്ല അങ്ങനെ വരുന്നത്. അപ്പം നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കേക്കാണ് ഈ പൈനാപ്പിൾ കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഈ ക്രിസ്മസിന് നിങ്ങളൊരു പൈനാപ്പിൾ കേക്ക് ഉണ്ടാക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ കുറേ കേക്കുകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ആർക്കും ചെയ്യാവുന്ന കേക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഈ ക്രിസ്മസിന് ഇനി ഓവൻ ഇല്ല എന്നുള്ള പരാതിയൊന്നും നിങ്ങൾക്ക് വേണ്ട. ഓവനോ ബീറ്ററോ ഒന്നുമില്ലാതെ നമുക്ക് ഈസി ആയിട്ട് നിസ്സാരമായിട്ട് നമ്മുടെ ചായ പാത്രത്തിൽ ഒരു പഴയ തവയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ കേക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പം കുറേ പേരുണ്ട് ഞങ്ങൾക്ക് ഓവനില്ല ചേച്ചി, അല്ലെങ്കിൽ കുക്കറിനകത്ത് ഉണ്ടാക്കിയാൽ കുക്കർ കേടായി പോകില്ലേ എന്നൊക്കെ പറയുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടൊക്കെ വളരെ നിസ്സാരമായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കേക്കാണ് ഈ പൈനാപ്പിൾ കേക്ക്. അങ്ങനെ എല്ലാ കേക്കും നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. അങ്ങനെയാണ് നമ്മൾ ഇഡ്ഡലി പാത്രത്തിനകത്ത്, കുക്കറിനകത്ത്, അതേപോലെ തന്നെ ചായപാത്രത്തിനകത്തൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതും ഒന്ന് കണ്ടു നോക്കുക, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പൈനാപ്പിൾ കേക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ഉണ്ടാക്കിയ രീതിയൊക്കെ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ക്രിസ്മസിന് എന്തായാലും ഇതേപോലെ ഒരു പൈനാപ്പിൾ കേക്ക് ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ചെയ്തിരിക്കുന്ന പല കേക്കുകളുണ്ട്, 4-5 കേക്കുകൾ ഇട്ടിട്ടുണ്ട്. അതിലേതെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഈ കേക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താലും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക. നന്ദി, നമസ്കാരം.